ലോകത്തിലെ ഏറ്റവും മനോഹരമായ നിർമ്മിതികളിലൊന്ന് കാണാനാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. അബുദാബി തങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച പ്രാർത്ഥനാലയം. ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് കടക്കുമ്പോൾ റോഡിന്റെ നിറം തന്നെ മാറുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ദുബായിലെ കാഴ്ചകളിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. UAE-യിലെ 7 എമിറേറ്റുകളിൽ ഏറ്റവും വലുതാണ് അബുദാബി. ഭൂവിസ്തൃതിയുടെ 80% ഈ രാജ്യത്തിനാണ്. ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിന്റെ മിനാരങ്ങളും താഴികക്കുടങ്ങളും ഇതാ ഞങ്ങളുടെ കാഴ്ചപ്പുറത്ത് എത്തിയിരിക്കുന്നു. കണ്ണെടുക്കാൻ തോന്നാത്ത അത്രയും മനോഹരമായ കാഴ്ചകളിലൊന്ന്. താഴികക്കുടങ്ങൾക്ക് മുകളിൽ മഞ്ഞ നിറത്തിൽ കാണുന്നത് തനി തങ്കം കൊണ്ട് നിർമ്മിച്ച പ്ലേറ്റുകളാണ്. ഈന്തപ്പനകൾ നിറഞ്ഞ അതിവിശാലമായ ഒരു പ്രദേശത്താണ് നമ്മൾ ആദ്യമായി എത്തിച്ചേരുക. 12 ഹെക്ടറിലാണ് ഈ പള്ളി സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. 1996 നവംബർ 5-നാണ് ഈ മോസ്കിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. അന്നത്തെ UAE പ്രസിഡന്റായിരുന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ സ്വപ്ന പദ്ധതി. എന്നാൽ ഇത് പൂർത്തീകരിക്കുന്നത് വരെ അദ്ദേഹം ജീവിച്ചിരുന്നില്ല എന്നതാണ് സങ്കടകരമായ ഒരു വസ്തുത. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഞങ്ങൾ നേരെ നടന്നെത്തിയത് ഗ്ലോബിന്റെ ആകൃതിയിലുള്ള ഒരു കെട്ടിടത്തിനടുത്താണ്. അണ്ടർഗ്രൗണ്ട് പാതയിലൂടെ നടന്നു വേണം മോസ്കിന് അരികിലെത്താൻ. ഇവിടെ നിറയെ സ്റ്റാളുകളും ഫുഡ് കോർട്ടുകളുമൊക്കെയാണ്. ഒരു മാളിന്റെ ഉൾവശം ചെന്ന പ്രതീതി. ഇടനാഴിയുടെ ഇരുവശങ്ങളിലും നിറയെ പെയിന്റിങ്ങുകളാണ്. ഇവയിൽ പലതും സ്വർണം പൂശിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോറിഡോർ വഴി നടന്നു വന്ന് എസ്കലേറ്റർ കയറി ഞങ്ങൾ പള്ളിക്ക് അരികിലെത്തി. വെണ്ണക്കല്ലിൽ നിർമ്മിച്ച ഒരു അത്ഭുത നിർമ്മിതി എന്നല്ലാതെ മറ്റെന്തു പറയാൻ. ഇത്തരം നിർമ്മാണങ്ങളിൽ ആരും തങ്ങളെ അനുകരിക്കരുത് എന്ന ബോധ്യം അവർക്കുണ്ടാവണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദുബായിൽ കണ്ട കാഴ്ചകളിൽ നിന്നൊക്കെ എനിക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി കൊണ്ടുവന്ന ഏറ്റവും വിലപിടിപ്പുള്ള മാർബിൾ കൊണ്ടാണ് പള്ളിയും ചുറ്റുപാടുമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ചതുരാകൃതിയിലുള്ള ഒരു മുറ്റമുണ്ട് മോസ്കിന് മുൻവശത്ത്. ഇതിന്റെ വിസ്തീർണം 17,400 സ്ക്വയർ മീറ്റർ ആണ്. ഇവിടെ 31,000 പേർക്ക് ഒരേ സമയത്ത് നിസ്കരിക്കാം. കൈകൊണ്ട് തുന്നിയ ഒറ്റ കാർപ്പറ്റാണ് പ്രാർത്ഥനാ ഹാളിൽ മുഴുവനായും വിരിച്ചിരിക്കുന്നത്. 5,700 സ്ക്വയർ മീറ്റർ വിസ്തീർണമുള്ള ഈ പരവതാനി ലോകത്തിലെ ഏറ്റവും വലുതാണ്. 1,200 നെയ്ത്തുകാർ 2 വർഷം കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ജർമ്മൻ ശില്പികൾ നിർമ്മിച്ച 12 ടൺ ഭാരമുള്ള അലങ്കാര വിളക്കാണ് പ്രധാന ഹാളിലെ ഏറ്റവും വലിയ ആകർഷണീയത. ഈ മുറ്റത്തിന് 4 വശത്തുമായി 1,192 തൂണുകളുള്ള ഒരു കോറിഡോറുമുണ്ട്. മോസ്കിന് ചുറ്റുമായി ദീർഘചതുരാകൃതിയിൽ വിശാലമായ പൂളുകൾ നിർമ്മിച്ചിട്ടുണ്ട്. കണ്ടുമടുക്കാത്ത കാഴ്ചകളുടെ ഓർമ്മകളും മനസ്സിൽ പേറി ഞങ്ങൾ മടക്കയാത്രയിലാണ്.